ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 80. ജലത്തിനടിയിൽ വെച്ച് അനന്തൻ ദേവയാനിയെ വകവരുത്തിയത് കണ്ട് എല്ലാവരും നടുങ്ങി നിൽക്കുകയാണ്. ദേവയാനിയുടെ ശവം കണ്ട് തറഞ്ഞു നിൽക്കുന്നവരുടെ മുന്നിലേക്ക് അനന്തൻ പെട്ടെന്ന് പൊങ്ങി വന്നു. അവനും ജലം നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. അനന്തന്റെ മുഖത്തെ രൗദ്രഭാവം അവരെയെല്ലാം ഭയപ്പെടുത്തി. അവൻ തന്റെ വലം കാലെടുത്ത് ദേവയാനിയുടെ ശരീരത്തിലേക്ക് ചവിട്ടി പിടിച്ചതും വെള്ളത്തിൽ ഒഴുകിപ്പോകാതെ അതൊരു സ്ഥലത്ത് ഉറച്ചു. കണ്ടുനിന്ന പലരും ദേവയാനിയുടെ മരണം മനസ്സുകൊണ്ട് ഉറപ്പിച്ചത് അപ്പോൾ മാത്രമാണ്. ദേവയാനി മരിച്ചു വന്നോ? എനിക്കിതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അവർക്കൊരിക്കലും ഇതുപോലൊരു മരണം അതൊരിക്കലും സംഭവിക്കില്ല. ഇവനൊരു മായാവിയ, അല്ലെങ്കിൽ പിശാച്. അല്ലാതെ ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും ഇത് സാധ്യമാവില്ല. ദേവയാനി ഒരിക്കലും മരിച്ചിട്ടുണ്ടാവില്ല. നേരത്തെ കണ്ടില്ലേ, ഷോക്ക് അടിച്ചതുപോലെ വീണിട്ടും അവൾ ബ്രഹ്മദത്തൻ ഗുരുക്കളുടെ മന്ത്രശക്തി ഉപയോഗിച്ച് വീണ്ടും ഉണർന്നു വന്നത്. അതുപോലെ അവൾ വീണ്ടും എഴുന്നേൽക്കും. ചിലപ്പോ ഇനി അങ്ങനെ എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അനന്തൻ ഇങ്ങനെ അവളുടെ അവയവങ്ങൾ പോലും വേർപ്പെടുത്തിയതെങ്കിലും. ഇങ്ങനെയൊക്കെ കാണികൾ ചർച്ച ചെയ്തു നിൽക്കുന്നതിന്റെ ഇടയിലാണ് ഒരു മനുഷ്യന്റെ രോദനം കേട്ടത്. എന്റെ കുഞ്ഞിന്റെ ശവമെങ്കിലും കരക്കെത്തിച്ചു തരൂ. നാരായണ കൈമളിന്റെ ആ വിലാപം കേട്ടതും അയാളുടെ അനുയായികൾ പുഴയിലേക്ക് ചാടി ദേവയാനിയുടെ ശരീരം കരയ്ക്ക് കൊണ്ടുവരാനായി മുന്നോട്ട് കുതിച്ചു. പക്ഷേ ദേവയാനിയുടെ മേലെ കാലും ഉറപ്പിച്ചു നിൽക്കുന്ന അനന്തന്റെ മുഖത്തേക്ക് നോക്കിയ ആരും പിന്നെ അരുവിയിലേക്ക് ഇറങ്ങാൻ തയ്യാറായില്ല. കാരണം അത്രയേറെ തീക്ഷ്ണമായിരുന്നു അനന്തന്റെ നോട്ടം. ദേവയാനിയെ കൊണ്ടുവരാൻ ആര് ശ്രമിച്ചാലും അനന്തൻ അവരുടെ ജീവൻ എടുക്കുമെന്ന് അവർക്ക് ഉറപ്പായി. ഭാർഗവനും പല്ലവിയും അവരുടെ ആളുകളും ഇത് കണ്ട് എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദേവയാനിയെ പരാജയപ്പെടുത്തുക മാത്രമല്ല, അവളെ വധിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് അനന്തൻ ഇപ്പോൾ. അതവരുടെ സങ്കല്പങ്ങൾക്കും ഒരുപാടപ്പുറമായിരുന്നു. ഇനി ഒരിക്കലും കൈമളിന്റെ ആളുകൾ തങ്ങൾക്ക് ഭീഷണിയായി വരില്ല എന്ന ആശ്വാസത്തിനപ്പുറം അനന്തനോടുള്ള ബഹുമാനവും അവരിൽ ഓരോരുത്തരുടെയും മുഖത്ത് കാണും. ഇതോടൊപ്പം മറ്റൊരാശ്വാസം കൂടി അവർക്കുണ്ടായിരുന്നു. ഇന്ന് ഈ മത്സരങ്ങൾക്ക് ശേഷം അനന്തനേക്കാളും വലിയൊരു ശക്തിശാലി ഈ ഭൂമിയിൽ ഇല്ല എന്ന് ഇവരെല്ലാവരും അംഗീകരിക്കും. ആ അനന്തനോ ഭാർഗവ ഗ്രൂപ്പിനൊപ്പമോ. അതിനാൽ ഇനി ആരും തന്നെ ബിസിനസ്സിലോ ജീവിതത്തിലോ തങ്ങൾക്കൊരു സ്വസ്ഥതക്കേട് സൃഷ്ടിച്ചുകൊണ്ട് വരില്ല എന്നവർക്ക് ഉറപ്പായി. ഭാർഗവ ഗ്രൂപ്പിൽ ഉള്ളവർ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് സമാധാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ കൈമൾ ഗ്രൂപ്പിൽ ഉള്ളവർ ദേവയാനിയുടെ മരണത്തിൽ വിലപിക്കുകയും പരാജയത്താൽ നീറുകയുമായിരുന്നു. കൈമൾ അനന്തനെയും ഭാർഗവനെയും മാറി മാറി നോക്കി പല്ല് കടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ദേവയാനിയെ കൊന്നുകളഞ്ഞ കൈമൾ ഗ്രൂപ്പിനെ തോൽപ്പിക്കാന്ന് കരുതിയോ നീയൊക്കെ? ഇനി എത്ര വലിയ മായാവിയെ വേണമെങ്കിലും നിങ്ങൾ ഇറക്കിക്കോളൂ. പക്ഷേ ജയം ഞങ്ങൾക്ക് തന്നെയാവും. എന്റെ ദേവയാനി മോളെ കൊന്നവനെ ഞങ്ങൾ വെറുതെ വിടില്ല. നരകിപ്പിച്ച് തന്നെ കൊല്ലും അവനെയും. അയാൾ വീറോടെ പറഞ്ഞു തീർന്നതും അയാളോടൊപ്പമുള്ള 2000 ആളുകളും ഒരുമിച്ച് അരുവിയിലേക്ക് ചാടി നീന്തി. എങ്ങനെയും ദേവയാനിയുടെ ശരീരം കരക്കെത്തിക്കണമെന്ന് മാത്രമേ അവരപ്പോൾ ചിന്തിച്ചിരുന്നുള്ളൂ. അവളുടെ ശരീരം പോലും തിരികെ കൊണ്ടുവരാൻ കഴിയാതെ മടങ്ങുന്നത് അങ്ങേയറ്റം അപമാനകരമായിരുന്നു അവരെ സംബന്ധിച്ച്. 2000 പേര് ഒരുമിച്ച് അനന്തനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് കണ്ട സൈരന്ത്രി വെപ്രാളത്തോടെ അവരെ തടയാൻ ശ്രമിച്ചു. നാരായണ കൈമളിന് നിയമം അറിയില്ല എന്നുണ്ടോ? ഇവിടെ പോർക്കളത്തിൽ ജയവും തോൽവിയും ജീവിതവും മരണവും നേട്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം വിധിയും ഭാഗ്യവും ക്ഷമതയും ചേർന്നാണ് തീരുമാനിക്കുന്നത്. ഒരു മത്സരാർത്ഥിക്കെതിരെ ഒരേ സമയം ഒന്നിലധികം പേര് ആക്രമിക്കുന്നത് ഇവിടുത്തെ നിയമങ്ങൾക്കെതിരാണ്. നിങ്ങളുടെ ആളുകളെ വേഗം തിരികെ വിളിക്കൂ. ഈ മത്സരവേദിയിൽ വ്യക്തിപരമായ യാതൊരു വികാരങ്ങൾക്കും സ്ഥാനമില്ല. അനേകം മരണങ്ങൾ ഇവിടെ മുൻപും സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതി അവരുടെ കുടുംബക്കാരെ ആരെയും നിയമം തെറ്റിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. ഇത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അങ്കത്തട്ടാണ്. ഒരുപാട് വീരചേകവന്മാർ പൊരുതി വീണിട്ടുള്ള ഇടം. ദേവയാനി ധീരയായ പോരാളിയായിരുന്നു. അവൾ അംഗത്തിനിടെ വീരമൃത്യു പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെയേ നിയമപ്രകാരം ഇതിനെ കണക്കാക്കാനാകൂ. ആർക്ക് വേണ്ടിയും ആലത്തൂർ അങ്കത്തട്ടിന്റെ നിയമങ്ങൾ മാറ്റാനാവില്ല. നീ പക്ഷഭേദം കാണിക്കരുത് സൈരന്ദ്രി. നീ കണ്ടില്ലേ ഞങ്ങളുടെ ദേവയാനിയെ അവൻ ജലത്തിനടിയിൽ വെച്ച് കൊന്നത് കണ്ടില്ലേ?
അവൻ അവളെ കൊല്ലാൻ കഴിയുമായിരുന്നുവെങ്കിൽ അത് കരയിൽ വെച്ചുമാകാമായിരുന്നു, അല്ലെങ്കിൽ ജലത്തിന് മേലെ വെച്ചുമാകാമായിരുന്നു. പക്ഷേ അവൻ നമ്മൾ ആരും കാണാതെ ജലത്തിനടിയിലേക്ക് അവളെ പിടിച്ചുകൊണ്ടുപോയി. അതിനർത്ഥം അവൻ എന്തോ വഞ്ചന പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാ. നീ എന്തുകൊണ്ടാണ് അവനെ ചോദ്യം ചെയ്യാതിരുന്നത്? നാരായണ കൈമൾ ചോദിച്ചു. കൈമളിന്റെ ഈ ആരോപണം കേട്ട ബ്രഹ്മദത്തൻ എഴുന്നേറ്റു. എല്ലാവരും നിശബ്ദരാകൂ. ഈ യുവാവ് പുരാതനമായ കളരി വിദ്യകളായിരുന്നു പ്രയോഗിച്ചിരുന്നത്. അതും മഹാഗുരുക്കന്മാർക്ക് മാത്രം പ്രയോഗിക്കാൻ അവകാശമുള്ള ശ്രേഷ്ഠമായ വിദ്യകൾ. ഇവൻ മഹാഗുരുപ്പട്ടം നേടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അഥവാ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇവൻ അനധികൃതമായിട്ടാണ് ഞങ്ങളുടെ വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ളത്. എങ്കിൽ ഇവനെ ശിക്ഷിക്കാൻ അധികാരം എനിക്കുണ്ട്. ഇവനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്വമാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ പക്കൽ നിന്നും ഈ 2 രുദ്രാക്ഷമണി എടുത്തു. ശേഷം അവിടെ മൈതാനത്തിന്റെ അരികിൽ വെച്ചിരുന്ന പഴക്കൂടയിൽ നിന്നും ഒരു കത്തി എടുത്തുകൊണ്ടുവന്ന് സ്വന്തം കൈപ്പത്തിയിൽ കുത്തി വരഞ്ഞു. തന്റെ രക്തം ആ രുദ്രാക്ഷത്തിലേക്ക് വീഴ്ത്തി അത് ആകാശത്തിലേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് അയാൾ ഉറക്കെ പ്രാർത്ഥിച്ചു. അല്ലയോ വരുണദേവ, ഞാൻ മഹാഗുരു ബ്രഹ്മദത്തൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഭൂമിയിലെയും സ്വർഗത്തിലെയും ജലത്തിന്റെ ശക്തി മുഴുവൻ എന്നിൽ ലയിപ്പിക്കൂ. അയാളുടെ അപേക്ഷ വരുണദേവൻ കേട്ടതുപോലെ അന്തരീക്ഷത്തിൽ ഒരു വ്യതിയാനം അനുഭവപ്പെട്ടു. അയാൾ നിലത്തു നിന്നും കാറ്റ് പോലെ ജലത്തിലേക്ക് കുതിച്ചു. ശേഷം അയാളെ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്രത്യക്ഷമായതാണോ അതോ ജലത്തിനടിയിലൂടെ അനന്തന്റെ അരികിലേക്ക് നീങ്ങുകയാണോ എന്ന് പോലും ആർക്കും അറിയാൻ കഴിഞ്ഞില്ല. അത്ര വേഗത്തിലാണ് അയാൾ കൺമുന്നിൽ നിന്നും മാഞ്ഞു പോയത്. ഇത് കണ്ട് ഭയന്ന പല്ലവി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അനന്ത, സൂക്ഷിക്കണേ, ബ്രഹ്മദത്തൻ നീ കരുതുന്നതിലും അപകടകാരിയാണ്. അതെ അനന്ത, താൻ ഇങ്ങ് തിരികെ പോര്. ദേവയാനിയെ കൊന്നില്ലേ, അത് മതി. ഇനി ഒന്നിനും നിൽക്കണ്ട. മാനേജർ നാഗേന്ദ്രനും ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത്രയുമൊക്കെ തങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന അനന്തന് ഒരാപത്തും വരണമെന്നവർ ആരും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഭാർഗവ ഗ്രൂപ്പിലെ എല്ലാവരും ഒരേ സ്വരത്തിൽ അനന്തനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഒരാളൊഴികെ, ജഗൻ. എന്തെന്നില്ലാത്ത ആത്മവിശ്വാസമായിരുന്നു ജഗന്റെ മുഖത്ത്. അവൻ ബ്രഹ്മദത്തനെയും അയാളുടെ ഒപ്പം പോകാൻ ഒരുങ്ങി നിൽക്കുന്നവരെയും നോക്കി ഇങ്ങനെ പറഞ്ഞു. കൈമൾ കുടുംബത്തിലെ എല്ലാവരും ഇങ്ങനെയാണോ? എത്ര കൊണ്ടാലും പഠിക്കാത്തവര് ആവും. അതല്ലേ, ഒന്ന് ചത്തു മലച്ച് കിടക്കുന്നത് കണ്ടിട്ടും അടുത്തവൻ വീണ്ടും ചാവാൻ തുനിഞ്ഞു കയറി ചെല്ലുന്നത്. ആ, പോയി അനുഭവിക്കട്ടെ. എന്താ എന്താ എന്നെ നോക്കി പേടിപ്പിക്കുന്ന? ഇനി എന്നെയും എന്റെ കളരി പാരമ്പര്യത്തെയും കൂടി വെല്ലുവിളിക്കുന്നോ? ഞാനും ഒരു കൈ നോക്കാം. അനന്തൻ റോയ്ക്ക് അല്പം പണി കുറയുമല്ലോ. ജഗൻ തന്നെ നോക്കി ദഹിപ്പിച്ച കൈമളിന്റെ ഒരു ബന്ധുവിനെ നോക്കി വെല്ലുവിളിയോടെ പറഞ്ഞു. അനന്തൻ ഈ വാഗ്വാദമെല്ലാം കേൾക്കുന്നുണ്ട്. എങ്കിലും അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നേരെ അരുവിയുടെ അടിത്തട്ടിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. ബ്രഹ്മദത്തൻ, ഞാൻ എഴുന്നേറ്റ നാൾ മുതൽ ഞാൻ എവിടെ ചെന്നാലും നിന്റെ നാമമാണ് കേൾക്കുന്നത്. എന്റെ മനസ്സിനെ ഇത്ര നാളും അലട്ടിയത് നീ ആരെന്നുള്ള ചോദ്യവും. നിന്റെ ഈ വരവ് തന്നെയാണ് ബ്രഹ്മദത്ത ഞാൻ കാത്തിരുന്നത്. അനന്തൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രഹ്മദത്തനെയും പ്രതീക്ഷിച്ചു നിന്നു. പക്ഷെ അയാൾക്ക് പകരം കുറെ സൂചി മുനകളാണ് വെള്ളത്തിനടിയിൽ നിന്ന് കുതിച്ചു വന്നത്. അനന്തന്റെ ശരീരത്തിലെ ഓരോരോ മർമ്മങ്ങളിലും അവ തറച്ചു. അത്രയും മതിയായിരുന്നു ഒരു സാധാരണ മനുഷ്യന് മരണത്തിന് ഹേതുവാകാൻ. പക്ഷേ ആദിശേഷന്റെ അനുഗ്രഹവും നിർദ്ദേശവും ഉൾക്കൊണ്ട് തന്റെ ആത്മാവിനെ 2ാം ഘട്ടത്തിലേക്ക് ഉണർത്തിയെടുത്ത അനന്തന് അയാളുടെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞു. സൂചിമുനകൾ പതിച്ച ഇടങ്ങളിലെല്ലാം ചെറിയ തോതിൽ വേദന അനുഭവപ്പെട്ടുവെങ്കിലും അനന്തൻ അവയെയെല്ലാം വലിച്ചൂരിയെടുക്കുന്നതിനൊപ്പം അരുവിയിലേക്ക് ആഞ്ഞു ചവിട്ടി. ജലത്തിനടിയിൽ നിന്ന് വീണ്ടും തന്റെ നേർക്ക് കുതിക്കാൻ ഒരുങ്ങി നിന്ന ബാക്കിയുള്ള സൂചിമുനകളെ പല വഴിക്ക് ചിതറിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ജലം ഒന്ന് ശാന്തമായപ്പോഴാണ് അനന്തൻ അത് തിരിച്ചറിഞ്ഞത്. ദേവയാനിയുടെ ശരീരം നഷ്ടമായിരിക്കുന്നു. ഈ സൂചിമുനകൾ തന്റെ ജീവൻ എടുക്കണം എന്നതിലുപരി തന്റെ ശ്രദ്ധ തിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബ്രഹ്മദത്തൻ അയച്ചിരിക്കുന്നത്. ആ തന്ത്രം അയാൾ വിജയിപ്പിക്കുകയും ചെയ്തു. താൻ സൂചിമുനകളുമായി മല്ലിടുന്ന സമയം അയാൾ തന്റെ കാൽച്ചുവട്ടിൽ നിന്നും ദേവയാനിയുടെ ശരീരം കൈക്കലാക്കിയിരുന്നു. പക്ഷേ ദേവയാനിയുടെ ശരീരം പരിശോധിച്ച ബ്രഹ്മദത്തനിൽ നിരാശ നിഴലിച്ചു. കാരണം അവളുടെ ശരീരം കയ്യിൽ കിട്ടുന്നത് വരെയും അയാൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. സഞ്ജീവനി മന്ത്രം പ്രയോഗിച്ച് ഒരു തവണ കൂടി അവൾക്ക് ജീവൻ നൽകാമെന്ന്. പക്ഷേ തിരികെ കിട്ടിയ ശരീരത്തിൽ ആന്തരിക അവയവങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് കണ്ട ബ്രഹ്മദത്തന് മനസ്സിലായി
ഇനി തന്റെ മുന്നിൽ ഒരു വഴിയുമില്ല എന്ന്. അസ്ഥി പോലും പൊടിച്ച് ജലത്തിൽ കലക്കിയിരിക്കുകയാണ് അനന്തൻ. അയാൾ ദേവയാനിയുടെ ശരീരം കരയിൽ എത്തിച്ച ശേഷം ആരുടെയും മുഖത്തേക്ക് നോക്കാതെ അരുവിയിലേക്ക് തിരികെ പോയി. ഇത്തവണ അയാൾ വീണ്ടും പ്രയോഗിച്ച സൂചിമുനകളെയെല്ലാം അനന്തൻ തയ്യാറെടുപ്പോടെ ആദ്യമേ തന്നെ തടഞ്ഞു. സൂചിമുനകൾ അപ്രത്യക്ഷമായതിനു ശേഷം കുറച്ചു നേരത്തെ ശാന്തതയ്ക്കൊടുവിൽ അനന്തൻ കണ്ടു ജലത്തിനടിയിലൂടെ തന്റെ നേർക്ക് നീങ്ങി വരുന്ന കറുത്ത നിഴൽ രൂപത്തെ. അനന്തൻ ആ നിഴൽ രൂപത്തെ ലക്ഷ്യം വെച്ച് ശക്തമായി ഒരു ഇടി ഇടിച്ചു. എന്നാൽ ആ നിഴൽ മാഞ്ഞു പോകുമെന്ന് കരുതിയ അനന്തന് തെറ്റി. അത് വീണ്ടും ഇരട്ടിക്കുകയാണ് ചെയ്തത്. താൻ മാജിക് കാണിച്ച് എന്നെ രസം പിടിപ്പിക്കുകയാണോ, അതോ ഞാനുമായി ഒളിച്ചു കളിക്കുകയാണോ? അനന്തൻ ചോദിച്ചു. അതിന് മറുപടി ഒന്നും ഉണ്ടായില്ല. വരുണദേവനെ പ്രീതിപ്പെടുത്തി ജലത്തിന്റെ ശക്തി മുഴുവൻ ആവാഹിച്ച അയാളെ തോൽപ്പിക്കണമെങ്കിൽ അയാളെ ജലത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നേ മതിയാകൂ എന്ന് അനന്തന് തോന്നി. അതിനുവേണ്ടിയാണ് അനന്തൻ ഇങ്ങനെ പറഞ്ഞു നോക്കിയത്. ദേഷ്യം പിടിപ്പിച്ചാൽ ബ്രഹ്മദത്തൻ എടുത്തു ചാടി തന്റെ മുന്നിലേക്ക് വരുമെന്ന് കരുതിയ അനന്തനെ പിഴച്ചു. ബ്രഹ്മദത്തിന് പകരം ആ നിഴൽ രൂപങ്ങളാണ് തന്നെ വളഞ്ഞത്. കാലിൽ എന്തോ ഒന്ന് വന്ന് പിടിച്ചതുപോലെ തോന്നി. അനന്തൻ വലതുകാൽ കുടഞ്ഞെറിഞ്ഞു. ചുറ്റിനും നിഴൽ രൂപങ്ങൾ തന്നെ ജലത്തിനടിയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ അനന്തൻ അവയെ അങ്ങോട്ട് ആക്രമിച്ചു. അനന്തന്റെ ഓരോ പ്രഹരത്തിലും ജലത്തിൽ നിന്നും വികൃതമായ പല ശബ്ദങ്ങളും നിലവിളികളും കേട്ടു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവയോരോന്നായി ജലത്തിന് മീതെ പ്രത്യക്ഷപ്പെട്ടു. എന്തായിരിക്കും ജലത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ വികൃത രൂപങ്ങൾ? അധ്യായം 81. ജലത്തിനടിയിൽ ആരോ ഉള്ളതുപോലെ തോന്നിയ അനന്തൻ ലക്ഷ്യം നോക്കി പ്രഹരിച്ചു. അനന്തന്റെ ഓരോ പ്രഹരത്തിലും ജലത്തിൽ നിന്നും വികൃതമായ പല ശബ്ദങ്ങളും നിലവിളികളും കേട്ടു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവ ഓരോന്നായി ജലത്തിന് മീതെ പ്രത്യക്ഷപ്പെട്ടു. ഇതെന്താ ഈ കറുത്ത രൂപങ്ങൾ? കണ്ടിട്ട് പേടിയാവുന്നു. അതെ, കണ്ടിട്ട് മനുഷ്യരൂപങ്ങൾ പോലെയുണ്ട്. ഇനി പ്രേതങ്ങൾ വല്ലതുമാണോ? ഇത് പ്രേതങ്ങളൊന്നും അല്ല, മഹാഗുരുക്കന്മാര് മാത്രം ഉപയോഗിക്കുന്ന ഒരു അപൂർവ വിദ്യയാണ്. ബ്രഹ്മദത്തൻ ഗുരുക്കള് ജലപിശാചുകളെ അഴിച്ചു വിട്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടി നിന്നവരിൽ ആരോ പറഞ്ഞത് കേട്ട ഭാർഗവൻ ഭയത്തോടെ അനന്തനെ തിരികെ വിളിച്ചു. അനന്ത, നീ ഇങ്ങ് കരയ്ക്ക് കയറ്. അയാൾ ജലപിശാചുകളെയാണ് നിനക്കെതിരെ ഇറക്കി വിട്ടിരിക്കുന്നത്. അവ പേര് പോലെ തന്നെ തമോ ഗുണത്തിൽ വർത്തിക്കുന്നവ. അഭ്യാസം കൊണ്ട് നേടുന്ന യാതൊന്നും അവയ്ക്ക് മുന്നിൽ വില പോകില്ല. ഭാർഗവന് നല്ല ഭയം തോന്നി. ആചാര്യൻ ഉപേന്ദ്ര ശർമ്മൻ പോലും ഒരുപാട് തവണ ജലപിശാചുകളുടെ മുന്നിൽ കീഴടങ്ങിയതായി അയാൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അനന്തന് ജലപിശാചുകൾ എന്താണ് എന്ന് കേട്ട് കേൾവി പോലുമില്ല. എന്നിരുന്നാലും അനന്തന് ഭയമൊന്നും തോന്നിയില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ ബ്രഹ്മദത്തനോട് വിളിച്ചു ചോദിച്ചു, ഈ കുട്ടിപ്പിശാചുകളെയാണോ നിനക്ക് കൂട്ടിന് വിളിക്കാൻ തോന്നിയത്? കറുത്ത ഭൂതങ്ങളെ കാണിച്ച് പേടിപ്പിക്കാൻ ഞാനൊരു ചെറിയ കുട്ടിയാണെന്നാണോ ബ്രഹ്മദത്ത താൻ കരുതിയിരിക്കുന്നത്? കഷ്ടം തന്നെ. മഹാഗുരുവിൽ നിന്നും കുറച്ചുകൂടി ജ്ഞാനം ഞാൻ പ്രതീക്ഷിച്ചു. ബ്രഹ്മദത്തനിൽ നിന്ന് അപ്പോഴും മറുപടി ഒന്നും ലഭിക്കുന്നില്ല എന്ന് കണ്ട അനന്തൻ ചുറ്റും തന്നെ വളഞ്ഞു നിൽക്കുന്ന പിശാചുക്കളെ ഒന്ന് നോക്കി. ശേഷം ധ്യാനമുദ്രയിൽ കൈകൾ നിവർത്തി ഇപ്രകാരം പറഞ്ഞു, ഞാൻ ആദിശേഷന്റെ ഭൂമിയിലെ മനുഷ്യരൂപം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ താപവും എന്നിലേക്ക് പകരുവാൻ അഗ്നിദേവനോട് ആവശ്യപ്പെടുന്നു. അനന്തൻ അത് പറഞ്ഞു തീർന്നതും അവിടെ സംഭവിച്ചത് കണ്ട ജനങ്ങൾ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അന്തരീക്ഷം അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ മാറിയിരിക്കുന്നു. ചുവന്ന നിറത്തിലുള്ള മേഘപാളികൾ എവിടെ നിന്നൊക്കെയോ ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇടിയുടെയും മിന്നലിന്റെയും അകമ്പടിയോടെ അവ ആകാശത്തിൽ അങ്ങനെ റോന്തു ചുറ്റി. ഇത് മേഘങ്ങളാണോ അഗ്നിയുടെ ശകലങ്ങളാണോ എന്നായിരുന്നു അവിടെ നിന്നവരുടെ എല്ലാം സംശയം. തൊട്ടു പിന്നാലെ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള ചൂട് കാറ്റ് അവിടേക്ക് ഒഴുകി വീശി. അനന്തന്റെ ചുറ്റുമായി ഈ 3 നിറങ്ങളും കൂടിക്കലർന്ന് ഒരൊറ്റ നിറമായി മാറി. ജ്വലിക്കുന്ന അഗ്നിയുടെ നിറം. മെല്ലെ അത് അനന്തന്റെ നെറ്റിത്തടത്തിലേക്ക് ചെന്നു. അവന്റെ പുരിക കൊടികൾക്ക് നടുവിലൂടെ അത് ശരീരത്തിനുള്ളിലേക്ക് സഞ്ചരിച്ചു. അനന്തന്റെ ശരീരത്തിൽ ആ ശക്തി ലയിച്ചു ചേരുന്നതിന്റെ ഫലമായി അവന്റെ മുഖവും കഴുത്തും കൈകളും കാൽപാദങ്ങളും എല്ലാം അഗ്നിയുടെ നിറത്തിൽ ജ്വലിക്കുന്നത് അവിടെ നിന്ന് മനുഷ്യർക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് അതിശയം തോന്നിയത് മറ്റൊരു കാര്യത്തിലാണ്. അരുവിയിൽ നിന്നും അത്യാവശ്യം ദൂരെ കരയിൽ നിൽക്കുന്ന സാധാരണക്കാർക്ക് വരെ അനന്തന്റെ ചുറ്റുമുള്ള വായുവിലെ ചൂടേൽക്കുന്നുണ്ട്. മരുഭൂമിയിലെ ഉഷ്ണക്കാറ്റടിക്കുന്ന പ്രതീതി
ഒത്തിരി ദൂരേക്ക് പോലും ഉളവാകുന്നുണ്ട്. പിന്നെ എപ്രകാരമാണ് അനന്തൻ ഇത്രയും താപത്തെ സ്വന്തം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? അവർക്ക് അല്പം ഭീതിയോടെയല്ലാതെ ചിന്തിക്കാനേ കഴിഞ്ഞില്ല. ജലപിശാചുക്കൾ ഓരോന്നും അനന്തനെ ആക്രമിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വരാനൊരുങ്ങുമ്പോഴാണ് അനന്തന്റെ ശരീരത്തിലെ താപം പൊടുന്നനെ ഉയർന്നത്. ജലത്തിൽ മറഞ്ഞു കിടക്കുന്ന ആ പൈശാചിക ജന്മങ്ങൾക്ക് ഒരല്പം പോലും ചൂട് സഹിക്കാനുള്ള കഴിവില്ല. അതിനാൽ തന്നെ അനന്തന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത ഓരോ പിശാചുക്കളും പൊള്ളിപ്പിടിച്ച് തെറിച്ചു വീഴുകയാണ് ഉണ്ടായത്. അവ വേഗം തന്നെ ജലത്തിനുള്ളിലേക്ക് പ്രാണരക്ഷാർത്ഥം മറയുകയും ചെയ്തു. മഹാഗുരു ബ്രഹ്മദത്തന്റെ കിങ്കരന്മാരൊക്കെ ഓടി ഒളിച്ചല്ലോ. ഇനി എന്താണ് അടുത്ത പദ്ധതി? ഒളിച്ചോടാനാണോ അതോ മാപ്പ് പറഞ്ഞ് കീഴടങ്ങാനാണോ? അനന്തൻ ചോദിച്ചത് കേട്ട ബ്രഹ്മദത്തന് വളരെയധികം ക്രോധം തോന്നി. അയാൾ ജലത്തിനടിയിൽ നിന്നും ഉയർന്നു വന്ന് അനന്തന്റെ മുന്നിൽ നിന്നു. അനന്തനോട് മറുപടി പറയാനോ വെല്ലുവിളിക്കാനോ അയാൾ മുതിർന്നില്ല. തെല്ലും സമയം പാഴാക്കാതെ കൈകൾ കറക്കിയെടുത്ത് അനന്തനെതിരെ അടുത്ത തന്ത്രം പ്രയോഗിച്ചു. അയാളുടെ കൈ കറങ്ങുന്നതിനൊപ്പം ആ അരുവിക്ക് അടിയിലായി വായുവിന്റെ ഗതി മാറി. അരുവിയിൽ വലിയ ചുഴികൾ രൂപം കൊണ്ടു. അതിന്റെ ഫലമായി വലിയ തിരമാലകൾ അനന്തന്റെ നേർക്ക് വന്നു. ആ അരുവിയിലുള്ള മുഴുവൻ ജലത്തേക്കാൾ വ്യാപ്തി ഉണ്ടായിരുന്നു ആ തിരമാലകൾക്ക്. അനന്തൻ ഇപ്പോൾ നിലതെറ്റി വീഴുമെന്ന് കരുതി നിന്ന കാണികൾക്കെല്ലാം പിഴച്ചു. അവനെ മറികടന്നുകൊണ്ട് ആ തിരമാല നിസാരമായി മാഞ്ഞുപോയി. അനന്തൻ ഒന്ന് കുലുങ്ങുക പോലും ചെയ്യാതെ ആ ജലത്തിൽ അനായാസമായി നിലയുറപ്പിച്ചു തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. ഈ അരുവിയിലെ കുഞ്ഞോളങ്ങളെ കാണിച്ച് എന്നെ ഭയപ്പെടുത്താനാണോ ശ്രമിച്ചത്? ഇതൊക്കെ താൻ നേരത്തെ അയച്ച ജലപിശാചുക്കളുടെ വെറും തമാശകൾ മാത്രമല്ലേ? അവര് നേരത്തെ തന്നെ എന്റെ മുന്നിൽ കീഴടങ്ങി ഓടി ഒളിച്ചിട്ടും തനിക്ക് മനസ്സിലായില്ലേ അവരുടെ വേലത്തരങ്ങളൊന്നും ഇവിടെ വില പോകില്ലെന്ന്? വീണ്ടും വീണ്ടും ഒരേ അടവ് പയറ്റി സ്വയം അപഹാസ്യനാകുന്നത് കഷ്ടമാണ്. അനന്തൻ അയാളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. തനിക്കിതൊന്നും ഏൽക്കില്ല എന്ന് ഒരു തവണ പറഞ്ഞിട്ടും അയാൾ വീണ്ടും അടുത്ത കുറെ കൂടി വലിയ തിരമാലയെ അയക്കുന്നത് കണ്ട അനന്തൻ ദേഷ്യത്തോടെ ആ തിരമാലയെ ശക്തമായി കാലുകൊണ്ട് തുരത്തിവിട്ടു. അനന്തന്റെ ചവിട്ടിന്റെ ശക്തിയിൽ ആ തിരമാല വലിയ ശബ്ദത്തോടെ ചിതറി തെറിച്ചുപോയി. അയാൾ വീണ്ടും തോൽവി സമ്മതിക്കാൻ മനസ്സ് കാട്ടാതെ ആയിരക്കണക്കിന് തിരമാലകളെ ഒരുമിച്ച് അനന്തന് നേർക്കയച്ചു. അവയെല്ലാം തന്നെ വലിയ ശബ്ദത്തോടെ തന്നെ അനന്തൻ തട്ടിത്തെറിപ്പിച്ചു. അല്പനേരം കഴിഞ്ഞ് താൻ കിതയ്ക്കുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് അനന്തന് തന്റെ അബദ്ധം മനസ്സിലായത്. ഇങ്ങനെ വെറുതെ തിരമാലകളോട് ഗുസ്തി പിടിച്ച് താൻ ക്ഷീണിക്കുകയാണ് എങ്കിൽ ബ്രഹ്മദത്തന് തന്നെ കീഴ്പ്പെടുത്താൻ എളുപ്പമാകും. അയാളുടെ ഉദ്ദേശവും അത് തന്നെയാണ് എന്ന് അനന്തൻ തിരിച്ചറിഞ്ഞു. അനന്തന്റെ നിൽപ്പ് കണ്ട ബ്രഹ്മദത്തൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ കുഞ്ഞേ, നിനക്ക് നിന്റെ മണ്ടത്തരം മനസ്സിലായോ? ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ ഘടകങ്ങളിൽ ഒന്നാണ് ജലം. അതുപോലെ വായുവും അഗ്നിയും. ചുഴലിക്കാറ്റിനോടോ സുനാമിയോടോ ആരെങ്കിലും മത്സരിച്ച് ജയിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? എത്ര കൊലകൊമ്പന്മാരും സ്വയം അടിയറവ് പറയും പഞ്ചഭൂതങ്ങൾ സംഹാര രൂപം പ്രാപിച്ചാൽ അത് പ്രപഞ്ച നിയമമാണ്. അങ്ങനെ പലതും ഉണ്ട് നീ അറിയാൻ. കണ്ടില്ലേ, ഇപ്പോൾ നീയും ക്ഷീണിച്ചിരിക്കുന്നു. ബ്രഹ്മദത്തൻ പരിഹസിച്ചു. നിന്നെ കൊല്ലാൻ വേണ്ട ഊർജം ഇപ്പോഴും എന്റെ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ട് ബ്രഹ്മദത്ത. അനന്തൻ നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഇനിയും സാഹചര്യം മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. സ്വന്തം മരണം മുന്നിലെത്തി നിന്നിട്ടും നീ അറിയുന്നില്ലല്ലോ കുഞ്ഞെ. നിന്റെ മാത്രമല്ല, ഭാർഗവന്റെയും കുടുംബത്തിന്റെയും കൂടി അന്ത്യം സംഭവിക്കുന്ന ദിവസമാണ് ഇന്നെന്ന്. അവരുടെ രക്ഷകനായെത്തിയ നിന്റെ മരണം കണ്ടു നിൽക്കുന്ന അവരെ ആ ഞെട്ടലിൽ നിന്ന് മോചനം നേടുന്നതിന് മുൻപേ തന്നെ നാരായണ കൈമളിന്റെ ആളുകൾ പരലോകത്തേക്ക് അയച്ചുകൊള്ളും. നിങ്ങളെ രക്ഷിക്കാൻ ഇനി ആരും വരില്ല അനന്ത, ബ്രഹ്മദത്തൻ പറഞ്ഞു. അല്ലെങ്കിൽ എന്തിനാണ് ഞാനുള്ളപ്പോ കൈമളിന്റെ ആളുകളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? നീ നേരത്തെ പരിഹസിച്ച് പറഞ്ഞല്ലോ കുട്ടി പിശാചുകളെന്ന്. അവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവസരം വേണ്ടേ? അയാൾ അത് പറഞ്ഞു തീർന്ന് അല്പനേരം കണ്ണടച്ചു നിന്നതും ആയിരക്കണക്കിന് ജലപിശാചുകൾ കരയിലേക്ക് ഇഴഞ്ഞു കയറി ഓരോ മനുഷ്യരെ ലക്ഷ്യം വെച്ച് നടന്നു. രക്ഷിക്കണേ, എനിക്ക് നീന്താൻ അറിയില്ല, ആ പിടിവിടൂ. അയ്യോ, നമ്മുടെ നേർക്കാണല്ലോ വരുന്നത്, ഓടിക്കോ. ബ്രഹ്മദത്തനോട് കളിക്കാൻ നിൽക്കണ്ട എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ. ഇപ്പൊ കണ്ടില്ലേ, നമ്മളെല്ലാം മരിക്കാൻ പോകുന്നത്. അനന്ത, രക്ഷിക്കേ. കരയിൽ ഓരോരുത്തരെയായി ജലപിശാചുക്കൾ വെള്ളത്തിലേക്ക് എടുത്തെറിയുകയാണ്. കരയിലുള്ളവർ പേടിച്ച് പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അവരുടെ നിലവിളി ശബ്ദങ്ങൾ അനന്തന്റെ കാതിൽ അലയടിച്ചു.
ഈ സമയം കരയിൽ നിന്നിരുന്ന ആചാര്യന്മാരിൽ ചിലർ ചില മന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്വയം രക്ഷപ്പെടാനും അതുപോലെ 1-2 പിശാചുക്കളെ കൊല്ലാനും ശ്രമിച്ചു. ഇത് കണ്ട ബ്രഹ്മദത്തൻ അട്ടഹസിച്ചു. ഇല്ല ബ്രഹ്മദത്ത, നിരപരാധികളായ ഒരു കൂട്ടം മനുഷ്യരോട് ഇത്രയും ക്രൂരത പ്രവർത്തിച്ച നീ ഇനി മഹാഗുരു സ്ഥാനത്തിന് അർഹനല്ല. നിനക്കിനി ക്ഷമയുമില്ല. അനന്തൻ വർദ്ധിച്ച ക്രോധത്തോടെ പറഞ്ഞു. യുദ്ധത്തിലും സ്നേഹത്തിലും മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനമെന്നല്ലേ പറയപ്പെടുന്നത്. എനിക്ക് മുന്നിൽ തെറ്റോ ശരികളോ ഇപ്പോഴില്ല. ലക്ഷ്യം മാത്രമാണ് എനിക്ക് വലുത്. നീയും എന്റെ കിങ്കരന്മാർക്ക് ഭക്ഷണമാകുന്ന നിമിഷം വരെയും ഞാൻ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അയാൾ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു. ഇത് കേട്ട അനന്തനിൽ അസഹനീയമായ കോപം ജ്വലിച്ചു. അവൻ തന്റെ കൈകൾ ഉയർത്തി ആകാശത്തിലേക്ക് നോക്കി. അനന്തന്റെ നാവിൽ നിന്ന് ഉതിരുന്ന ഓരോ മന്ത്രോച്ചാരണങ്ങൾക്കുമൊപ്പം അവന്റെ കയ്യിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിക്ക് താപവും തിളക്കവും ഏറി വന്നു. ഒടുവിൽ ഒരു ഘോരമായ മിന്നൽ അനന്തന്റെ ശരീരത്തിലേക്ക് അത്യുഗ്രൻ ശബ്ദത്തോടെയും പ്രകാശത്തോടെയും അടിച്ചിറങ്ങിയത് കണ്ട ജനങ്ങൾ ഏവരും ശ്വാസം പോലും വിലങ്ങി നിശ്ചലമായി നിന്നു. അനന്തൻ കണ്ണുകൾ തുറന്ന് ക്രോധഭാവത്തിൽ ബ്രഹ്മദത്തനെ തുറിച്ചു നോക്കി. ഞാൻ എന്നിലെ ആദിശേഷ രൂപത്തെ സർവശക്തിയോടും കൂടി അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഉണർത്തിയെടുക്കുന്നു. അനന്തൻ ഇത് പറഞ്ഞു തീർന്നതും ഏവരും നോക്കി നിൽക്കെ തന്നെ അവന്റെ കണ്ഠത്തിൽ നീല നിറം വ്യാപിച്ചു. പഞ്ചഭൂതങ്ങളും അവന്റെ ചുറ്റിനും തന്റെ ശക്തി പ്രദാനം ചെയ്തുകൊണ്ട് നടനമാടാൻ തുടങ്ങി. അവിടെ അവർക്ക് താങ്ങാനാവാത്ത അത്ര പ്രകാശം കുത്തിയൊഴുകി വരുന്നത് കണ്ട് ജലപിശാചുക്കൾ പോലും കണ്ണു മഞ്ഞളിച്ച് നിശ്ചലമായി നിന്നു. അത് അനന്തന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെളിച്ചമായിരുന്നു. അവന്റെ കഴുത്തിൽ കണ്ട നീല വെളിച്ചം ശരീരം മുഴുവൻ വ്യാപിക്കുകയും അത് ജനങ്ങളുടെ കണ്ണിന് താങ്ങാൻ പറ്റാത്ത തരത്തിൽ പുറത്തേക്ക് ഒഴുകുകയും ചെയ്തു. മനുഷ്യരൂപത്തിൽ അനന്തനെ കാണുന്നത് പോലെ അത്ര നിസാരമായി നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആദിശേഷ രൂപം കാണാൻ സാധാരണ മനുഷ്യർക്ക് സാധിക്കില്ല. അതിനാലാണ് അനന്തന്റെ ശരീരത്തിൽ നിന്ന് പ്രതിഫലിക്കുന്ന വെളിച്ചം അവരുടെ കണ്ണിന് താങ്ങാൻ കഴിയാത്തത്. അത്രയും വെളിച്ചം പതിച്ച തങ്ങളുടെ കണ്ണുകൾ എന്നേക്കുമായി കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പോലും അവർ ഭയന്നു. ഏറെ നേരമെടുത്തു അവർക്ക് മുന്നിലുള്ള രംഗം വ്യക്തമാകാൻ. കണ്ണു തിരുമ്മി നോക്കുന്ന ജനങ്ങൾ കാണുന്നത് ശരീരമാകെ നീല നിറം വ്യാപിച്ച അനന്തന് പിന്നിലായി അവന് കുട ചൂടി നിൽക്കുന്ന പഞ്ചമുഖി നാഗത്തെയാണ്. അതിന്റെ 5 തലകളും പൂർണ്ണമായി പത്തി വിരിച്ചുകൊണ്ട് അനന്തന്റെ തലയ്ക്ക് മേലെ നടനമാടുകയാണ്. ആ പഞ്ചമുഖി നാഗത്തിന്റെ ഓരോ പത്തിയിലും ചുവപ്പ്, നീല, പച്ച, വെള്ള, കറുപ്പ് എന്നിങ്ങനെ നിറങ്ങളിൽ ഓരോ പഞ്ചഭൂതങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോ തിളക്കമുള്ള കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാഴ്ച സാധാരണ ജനങ്ങളിൽ ഭയവും ഭക്തിയും ഒരുപോലെ നിറയ്ക്കുന്നതാണ്. അതേ പ്രകാരം അവിടെ നിന്ന ഓരോരുത്തരും അനന്തന്റെ ശത്രുപക്ഷമെന്നോ ബന്ധുപക്ഷമെന്നോ വേർതിരിവില്ലാതെ വിറയാറുന്ന കൈകൾ കൂപ്പി നമിച്ചു. അനന്തൻ വായ തുറന്നതും അഗ്രഭാഗം 2ആയി പിളർന്ന് നാവിൽ നിന്നും തീനാളം പുറത്തേക്ക് വന്നു. ഈ കാഴ്ച കണ്ടുനിന്ന ഭാർഗവനും പല്ലവിയും മറ്റു ഭാർഗവ ഗ്രൂപ്പിന്റെ അനുയായികളും അനന്തനെ ഭക്തിപൂർവം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിൽക്കുമ്പോൾ കൈമൽ ഗ്രൂപ്പിലുള്ളവർ പ്രാണഭയത്താൽ വിറകൊള്ളുകയായിരുന്നു. അധ്യായം 82. അനന്തൻ ആദിശേഷന്റെ രൂപം പൂണ്ടത് കണ്ട് ഭയത്തോടെയും ഭക്തിയോടെയും തൊഴുതു നിൽക്കുകയാണ് അവിടെ കൂടി നിന്ന ജനങ്ങൾ അത്രയും. അനന്തന്റെ കാലുകൾ ഇപ്പോൾ ജലത്തിൽ സ്പർശിച്ചിട്ടില്ല. വായുവിലാണ് അവൻ നിലയുറപ്പിച്ചു നിൽക്കുന്നത്. അനന്തന്റെ ചുറ്റിനും പഞ്ചമുഖി നാഗം അതിന്റെ വാലുകൊണ്ട് ചുറ്റിയിട്ടുണ്ട്. അനന്തന്റെ ആജ്ഞ ലഭിച്ചതും ആ നാഗം തന്റെ വാലുകൊണ്ട് ജലത്തിൽ ശക്തിയായി തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. ഘോരമായ ശബ്ദത്തോടെ അരുവിയിലെ വെള്ളം ഉയർന്നു ചിതറി. ശേഷം അത് നീരാവിയായി മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ അരുവിയിലെ ജലം പൂർണ്ണമായും നീരാവിയായി മാറുകയും ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയും ചെയ്തു. ഇപ്പോൾ ആ അരുവി വെറും ഗർത്തമാണ്, ഒരു ചെളി പുരണ്ട ചതുപ്പു നിലം പോലെ. അതിന്റെ അനന്തരഫലമായി ആ അരുവിയിൽ ഉണ്ടായിരുന്ന മീനുകൾ പിടയ്ക്കുകയും ചിലത് ചത്തുപൊന്തുകയും ചെയ്തു. അതുപോലെ തന്നെ നേരത്തെ ജലപിശാചുക്കൾ അരുവിയിലേക്ക് വലിച്ചെറിഞ്ഞ് കൈകാലിട്ട് അടിച്ച് നിലവിളിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ ജലനിരപ്പ് കുറയുന്നതിനനുസരിച്ച് താഴേക്ക് പോവുകയും മെല്ലെ ആ അരുവിയുടെ അടിത്തട്ടിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. ഈ കാഴ്ച കണ്ടു നിന്ന എല്ലാവരും ഭയന്നു. എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു അരുവി പെട്ടെന്ന് പറ്റിയത്? അതുപോലെ തന്നെ
ഈ ആളുകളൊക്കെയും ഇനി എങ്ങനെയാണ് ഇത്രയും അടി താഴ്ചയിൽ നിന്നും കയറി വരിക? ഇങ്ങനെ പലതരം ആധികളായിരുന്നു അവരുടെ മനസ്സിൽ. അനന്തൻ വായുവിലൂടെ ആ അരുവിയുടെ അടിത്തട്ടിലേക്ക് ചെന്നു. അവിടെ ഭയന്ന് വിറച്ചിരിക്കുകയാണ് ബ്രഹ്മദത്തൻ. അയാൾക്ക് ജലനിരപ്പിന് മേലെ നിൽക്കാനുള്ള കഴിവും അതുപോലെ ജലത്തിനടിയിലും ശ്വാസമെടുക്കാനുള്ള കഴിവും മാത്രമേ ഉള്ളൂ. അനന്തനെ പോലെ വായുവിൽ പറന്നു നിൽക്കാനുള്ള ക്ഷമത അയാൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളും മറ്റുള്ളവരോടൊപ്പം ജലനിരപ്പ് കുറയുന്നതിനനുസരിച്ച് താഴേക്ക് ഊർന്നുപോയി. ഇപ്പോൾ അയാളുടെ ഭയം മറ്റൊന്നാണ്. താൻ വരുണദേവനോട് ചോദിച്ചു വാങ്ങിയ ശക്തി ജലത്തിന് ആധാരമാണ്. ആ ജലം നഷ്ടപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് തന്റെ ശക്തിയും അതോടൊപ്പം ചോർന്നു പോകും. അയാൾ തോൽവി മുന്നിൽ കണ്ടു. ഇല്ല, നീ ഒരിക്കലും എന്നെക്കാളും ശക്തിശാലിയാകില്ല. നീ എന്തോ ചതി പ്രയോഗിച്ചിട്ടുണ്ട് ഇവിടെ. അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. എന്റെ ശക്തികൾ എന്നിൽ നിന്നും അടർത്തി മാറ്റുവാൻ നിനക്ക് സാധിക്കില്ല. എന്റെ ശക്തികൾ തിരിച്ചതാ. ഇതെല്ലാം നാട്ടുകാരെ കബളിപ്പിക്കാനുള്ള നിന്റെ കൺകെട്ട് വിദ്യകളാണ്. അയാൾ പുലമ്പി. എന്താ പറഞ്ഞത്? ഞാൻ ചതി പ്രയോഗിച്ചുവെന്നോ? യുദ്ധത്തിലും സ്നേഹത്തിലും ഒരിക്കലും മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം എന്നല്ലേ താൻ കുറച്ചു മുൻപ് പറഞ്ഞത്? അനന്തൻ അയാളെ പരിഹസിച്ചു. നീ എങ്ങനെയാണ് ഈ ജലം വറ്റിച്ചത്? അയാൾ അമ്പരപ്പ് വിട്ടുമാറാതെ ചോദിച്ചു. നിനക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് യമരാജനോട് നേരിട്ട് ചോദിച്ചാൽ മതി. കാരണം അദ്ദേഹം നിന്നെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് സമയമേറെയായി. അനന്തൻ എന്താണ് പറഞ്ഞത് എന്ന് വ്യക്തമാകുന്നതിന് മുൻപ് തന്നെ അവന്റെ ഊക്കൻ ഒരു ചവിട്ട് അയാൾക്ക് കൊണ്ടു. നിലത്ത് കാൽ കുത്തുക പോലും ചെയ്യാതെ വായുവിൽ ഉയർന്നു നിന്നാണ് അനന്തൻ അയാളെ തൊഴിച്ചത്. ബ്രഹ്മദത്തൻ വളരെ ദൂരേക്ക് തെറിച്ചു വീണു. അയാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തമൊഴുകുന്നുണ്ട്. അയാൾ വേദനയും ഭയവും ശരീരത്തിനെ തളർത്തുന്നത് അറിഞ്ഞ് നിലവിളിച്ചു. എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. നിനക്കതിന് കഴിയില്ല. ഞാൻ മഹാഗുരുവായ ബ്രഹ്മദത്തനാണ്. എന്നിങ്ങനെ കൊല്ലാൻ കഴിയില്ല. അയാൾ പ്രാണഭയത്തിനൊപ്പം താൻ നേടിയ മഹാഗുരു പട്ടമെന്ന മഹത്തായ സ്ഥാനം പോലും ഇനി തന്നെ രക്ഷിക്കില്ലേ എന്ന ആശങ്കയും ചേർത്ത് പുലമ്പി. നീ മഹാഗുരുവായിരിക്കും. പക്ഷേ ഏത് മഹാനായ ഗുരുവാണെങ്കിലും ഒരു ദിവസം മരിച്ചേ മതിയാകൂ. നിന്റെ സമയം അടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് നീയും ഇന്ന് മരിക്കും. അനന്തൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ശേഷം അയാളുടെ അരികിലേക്ക് ഒരു കൊടുങ്കാറ്റ് വീശുന്ന വേഗതയിൽ പാഞ്ഞടുത്തുകൊണ്ട് ബ്രഹ്മദത്തന്റെ കഴുത്തിൽ പിടിച്ച് മേലോട്ടുയർത്തി. അനന്തന്റെ ബലിഷ്ഠമായ കയ്യിൽ കിടന്ന് ശ്വാസം എടുക്കാനാവാതെ പിടയുന്ന അയാളുടെ കഴുത്തിനെ അനന്തൻ ഇടം കൈകൊണ്ട് പിന്നോട്ടൊടിച്ചു. ഒരു ഭീകര ശബ്ദത്തോടെ അയാളുടെ കഴുത്തിലെ എല്ലൊടിഞ്ഞ് ബ്രഹ്മദത്തൻ ആ നിമിഷം തന്നെ മരിച്ചു. എന്നിട്ടും കോപം അടക്കാൻ കഴിയാത്ത അനന്തൻ അയാളുടെ ശരീരം കറക്കി ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ദിഗന്ധം പൊട്ടുമാർ അലറി. ദേവയാനിയും ബ്രഹ്മദത്തനും ഈ രണ്ട് അതുല്യ ശക്തികൾ തങ്ങളുടെ ഒപ്പമുണ്ട് എന്നുള്ളതായിരുന്നു നാരായണ കൈമളിന്റെ ഏറ്റവും വലിയ ധൈര്യം. ധൈര്യമെന്നല്ല, അവരായിരുന്നു അയാളുടെ അഹങ്കാരം എന്ന് വേണം പറയാൻ. ദേവയാനി പോയപ്പോൾ സകല പ്രതീക്ഷയും കൈമൾ ബ്രഹ്മദത്തനിൽ അർപ്പിച്ചു. അവളുടെ മരണത്തിനും കൂടി അയാൾ പകരം ചോദിക്കുമെന്ന് കരുതി. പക്ഷേ അയാളും ഇപ്പോൾ പരാജയപ്പെട്ട് വിട വാങ്ങിയിരിക്കുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ടും അനന്തന്റെ കോപം തണുക്കുന്നില്ല എന്ന് കണ്ട ജനങ്ങൾ ഭയന്നു. ഇനിയും ആ കോപം തണുത്തിട്ടില്ല എങ്കിൽ വലിയ വിനാശമാകും സംഭവിക്കുക. എങ്ങനെയെങ്കിലും അനന്തനെ ശാന്തനാക്കിയേ മതിയാവൂ. പക്ഷെ എങ്ങനെ? ആർക്കാ അനന്തനെ ശാന്തനാക്കാൻ കഴിയുക? എല്ലാവരും പരിഭ്രാന്തരായി പരസ്പരം ചോദിച്ചു. ഓം സർപ്പരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. ആചാര്യൻ ജ്ഞാനപ്രകാശന്റെ മന്ത്രജപം ആ കാറ്റിൽ ലയിക്കുമ്പോൾ അതിൽ മുഴുകി നിൽക്കുന്ന അനന്തന്റെ ശരീരത്തിലെ നീല നിറം മങ്ങി ചുറ്റും കാണുന്ന തീ ജ്വാലകളും അണയുന്നത് അവർ അത്ഭുതത്തോടെ കണ്ടു. അനന്തന്റെ കോപം ശമിച്ചതോടെ പടിഞ്ഞാറേ ദിശയിൽ നിന്നും ജലം കുത്തി ഒലിച്ചുകൊണ്ട് അരുവിയിലേക്ക് വന്നു. അനന്തൻ ആ അരുവിയിലെ വെള്ളം മാത്രമാണ് നീരാവിയാക്കി മറച്ചത്. ആ ജലസ്രോതസ്സിനെ അവൻ നശിപ്പിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഉറവയിൽ നിന്നും വീണ്ടും ജലം ഒഴുകിയെത്തിയതും എല്ലാം പഴയതുപോലെ ശാന്തമായി. ജലത്തിൽ മുങ്ങി കൈകാലിട്ടടിക്കുന്ന തങ്ങളുടെ ആളുകളെ ഭാർഗവ ഗ്രൂപ്പിലുള്ള നീന്തൽ അറിയുന്ന കുറച്ചു പേർ ചേർന്ന് കരയിലേക്ക് പിടിച്ചു കയറ്റി. ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നറിഞ്ഞ് അവിടെ നിന്നവരെല്ലാം സന്തോഷിച്ചു. നന്ദിയോടെ അവർ അനന്തനെ തിരയുമ്പോൾ അവൻ അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല.
അരുവി വറ്റി നിന്ന നേരത്ത് അതിന്റെ അടിത്തട്ടിൽ കലി പൂണ്ടു നിന്ന അനന്തനെ രംഗം ശാന്തമായ ശേഷം ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയതിൽ പിന്നെ ആരും കണ്ടിട്ടില്ല. അന്നേരം എല്ലാവരുടെയും ശ്രദ്ധ വെള്ളത്തിൽ കൈകാലുകൾ ഇട്ടടിക്കുന്ന ആളുകളിലായിരുന്നു. അനന്തൻ ഇതുവരെ കരയ്ക്ക് കയറിയിട്ടില്ല എന്ന് കണ്ട പല്ലവി വെപ്രാളപ്പെട്ടു. മുത്തശ്ശ, അനന്തൻ എവിടെ? അവൻ ഇപ്പോഴും അരുവിയുടെ അടിത്തട്ടിലാണോ? അവൻ എന്താ പുറത്തേക്ക് വരാത്തത്? എന്തെങ്കിലും വേഗം ചെയ്യും മുത്തശ്ശ. നമ്മുടെ ആളുകളോടൊന്ന് ഇറങ്ങി നോക്കാൻ പറ. പല്ലവിയുടെ ചോദ്യം കേട്ട ഭാർഗവൻ ഒരു പുഞ്ചിരിയോടെ അവളെ സമാധാനിപ്പിച്ചു. നീ കണ്ടതല്ലേ മോളെ, അവൻ ഒരു സാധാരണ മനുഷ്യനല്ല. ജലത്തിനടിയിലാണെങ്കിൽ പോലും അവനൊന്നും സംഭവിക്കാനും പോകുന്നില്ല. ബ്രഹ്മദത്തനെ പോലും വധിച്ച മഹായോദ്ധാവിന് ഇനി നമ്മുടെ സംരക്ഷണം ആവശ്യമാണോ? അയാൾ ചോദിച്ചത് കേട്ട് പല്ലവി മൗനമായി നിന്നു. മുത്തശ്ശൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും അനന്തനെ നേരം വൈകിയിട്ടും കരയിലേക്ക് കാണാത്തതിന്റെ പരിഭ്രമം അവളെ വിട്ടു പോകുന്നുണ്ടായിരുന്നില്ല. ദേ അവിടെ നോക്ക്, സർവശ്രേഷ്ഠനായ മഹാഗുരുക്കൾ! അനന്തനെ ചൂണ്ടി ആരോ വിളിച്ചു പറയുന്നത് കേട്ട് പല്ലവിയും ഭാർഗവനും എല്ലാം തിരിഞ്ഞു നോക്കി. അനന്തൻ ആ അരുവിയുടെ മധ്യത്തിലായി ജലനിരപ്പിന് മുകളിൽ ഇരു കാലുകളും നിലയുറപ്പിച്ചു നിൽക്കുകയാണ്. അവനിപ്പോൾ സാധാരണ മനുഷ്യരൂപത്തിലാണ് എന്നറിഞ്ഞ് എല്ലാവർക്കും അല്പം ആശ്വാസമായി. ഒരു പുഞ്ചിരിയോടെ ജലത്തിലൂടെ നടന്ന് കരയിലേക്ക് കയറിയ അനന്തനെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. അനന്തന്റെ ചുമലിൽ ബ്രഹ്മദത്തന്റെ മൃതദേഹമുണ്ട്. പക്ഷേ അതൊന്നും ആരും അത്ര ഗവനിക്കുന്നില്ല. എല്ലാവരുടെയും ശ്രദ്ധ അനന്തന്റെ രൂപത്തിലാണ്. അതായത് അവന്റെ ശരീരത്തിലെ നീലമയം പൂർണ്ണമായും മാറിയോ? നാവിന്റെ അഗ്രഭാഗം ഇപ്പോഴും രണ്ടായി പിളർന്ന് തന്നെയാണോ? അതോ സാധാരണ മനുഷ്യന്റെ നാവ് പോലെയാണോ? ചുറ്റും ജ്വലിച്ചുകൊണ്ട് നിന്ന അഗ്നി എവിടെ പോയി? അങ്ങനെ എല്ലാവരും അനന്തനെ കൗതുകത്തോടെ നിരീക്ഷിക്കുകയാണ്. അനന്തൻ ബ്രഹ്മദത്തന്റെ ശരീരം കൈമളിന്റെ മുന്നിലേക്ക് എറിഞ്ഞു. അയാൾ ഞെട്ടി 2 അടി പിന്നോട്ടേക്ക് മാറി. ഞാൻ നിങ്ങളുടെ മഹാഗുരുവായ ബ്രഹ്മദത്തനെ വധിച്ചിരിക്കുന്നു. ഇനി ആരാണ് നിങ്ങളുടെ പക്ഷത്തു നിന്നും എനിക്കെതിരെ പോരിനിറങ്ങാൻ തയ്യാറാവുന്നത്? ആരെങ്കിലും ഉണ്ടോ? അനന്തന്റെ ചോദ്യം കേട്ട കൈമളിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഓരോ വ്യക്തിയും ഭയന്ന് വിറച്ചു. പോരിനിറങ്ങിയില്ല എങ്കിൽ പോലും അനന്തന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വരുമോ എന്ന ഭയത്തിൽ ആലില പോലെ വിറച്ചു. അവന്റെ ദൃഷ്ടിയിൽപ്പെടാതെ എങ്ങനെയെങ്കിലും തിരികെ സ്വന്തം വീടുകളിൽ എത്തിയാൽ മതി എന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അനന്തൻ മത്സരത്തിന് അവരെ വെല്ലുവിളിക്കുന്നത്. അവർ തല കുനിച്ച് മാറി നിന്നു. ഇത് കണ്ട ഭാർഗവൻ അവരെല്ലാവരും കേൾക്കെ ഉറക്കെ പ്രസ്താവിച്ചു. ഇനി അനന്തനെതിരെ ആരും തന്നെ മത്സരിക്കാൻ തയ്യാറല്ലാത്ത സ്ഥിതിക്ക് ഇന്നു മുതൽ ഈ നാട്ടിലെ ഏറ്റവും ശക്തിശാലിയായി അനന്തനെ തിരഞ്ഞെടുക്കുകയും ഇനി ഇവിടെ ചെറുതും വലുതുമായ എന്തൊക്കെ ബിസിനസ്സുകൾ നടത്തണമെന്ന് അനന്തൻ തീരുമാനിക്കുകയും ചെയ്യും. ഇനി ഈ നാടിന്റെ കിരീടം ധരിക്കാത്ത രാജാവായി അനന്തൻ മാറും. എല്ലാവരും അനന്തന്റെ നിർദ്ദേശങ്ങൾ രാജകൽപ്പന പോലെ അനുസരിക്കണം. ഇതിനോട് എതിർപ്പുള്ളവർ ഇവിടെ വച്ച് ഇന്ന് തന്നെ തുറന്നു പറയേണ്ടതാണ്. വീണ്ടും മത്സരം നടത്തി അന്തിമ തീരുമാനം കൈക്കൊള്ളാം. ഭാർഗവൻ പറഞ്ഞത് കേട്ട് അവിടെ കൂടി നിന്നവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. വേണ്ട, ഇനി മത്സരങ്ങൾ ഒന്നും വേണ്ട. നടത്തിയാലും അനന്തനിലും വലിയൊരു ശക്തിമാനെ കണ്ടെത്താൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ അധികാരം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇനി മുതൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ അദ്ദേഹം ഭരിക്കും. ഞങ്ങൾക്ക് ആർക്കും ആ തീരുമാനത്തിൽ എതിർപ്പില്ല. ജനക്കൂട്ടം ഒന്നൊന്നായി വിളിച്ചു പറഞ്ഞു. കുറച്ചേറെ നേരമായി അനന്തന്റെ പ്രവൃത്തികളെല്ലാം ദൂരെ നിന്ന് വീക്ഷിക്കുന്ന സൈരന്ധ്രിയുടെ ചുണ്ടിൽ ശൃംഗാര ചുവയുള്ള ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവളുടെ പ്രിയതമനെ ആളുകൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതും അവിടുത്തെ അധികാരിയായി പ്രഖ്യാപിച്ചതും അവളെ പുളകം കൊള്ളിച്ചു. അവൾ എന്തോ ഓർത്തെടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. സിംഹത്തിന്റെ മടയിൽ കിടന്നുറങ്ങുന്ന ഒരാൾ എങ്ങനെ പൂച്ചക്കുട്ടിയാകും? ഉറങ്ങിക്കിടക്കുമ്പോൾ പൂച്ചയുടെ രൂപം തോന്നിയാലും ഉണരുന്ന നേരം അതിന്റെ ആദ്യ ഗർജനം കൊണ്ട് തന്നെ അയാൾ തന്റെ സ്വത്വം ഏവരെയും ബോധിപ്പിക്കും. സൈരന്ധ്രി ആത്മകഥം പോലെ പറഞ്ഞത് കേട്ട് അടുത്തു നിന്ന പെൺകുട്ടികൾ പുരികം ചുളിച്ചു നോക്കി. എന്താ ചേച്ചി ഉദ്ദേശിച്ചത്? ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. അവരിൽ ഒരാൾ പറഞ്ഞു. മനസ്സിലാവില്ല, അതെനിക്ക് നന്നായി അറിയാം. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികളെ നോക്കി കണ്ണു ചിമ്മി. ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളെല്ലാവരും എന്നെ അടുത്ത അധികാരിയായി അംഗീകരിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ എന്റെ രീതികൾ കൊണ്ട് നിങ്ങളെ ആരെയും നിരാശപ്പെടുത്തില്ല. ഇത് ഞാൻ തരുന്ന വാക്കാണ്. അനന്തൻ എല്ലാവരോടും കൂടി പറഞ്ഞു. ശേഷം ഭാർഗവനെ നോക്കി. ഭാർഗവൻ സാർ,
ഇന്നു മുതൽ നാരായണ കൈമളും കുടുംബവുമായിട്ടുള്ള എല്ലാ ഡീലിങ്സും നിങ്ങൾ തന്നെ സ്വയം ഹാൻഡിൽ ചെയ്യണം. നിങ്ങളെ ഇത്രയും നാൾ അലട്ടിയിരുന്ന വലിയ പ്രശ്നം ഞാൻ ഇന്ന് സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. അനന്തൻ പറഞ്ഞതിനോട് അയാളും യോജിച്ചു. ഉറപ്പായും ഇനി കൈമൾ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു പ്രശ്നത്തിനും അനന്തനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. ഇനി ഒരു പുതിയ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്യും, ഭാർഗവൻ പറഞ്ഞു. ഇതിനിടയിൽ അനന്തന്റെ അരികിലേക്ക് സൈരന്ധ്രി വന്നു. അവൾ ഗൗരവപൂർവം അവനോട് സംസാരിച്ചു. അനന്ത, നിങ്ങളിപ്പോൾ ഇവിടെയുള്ള മത്സരങ്ങളിലെല്ലാം വിജയിച്ച് അടുത്ത അധികാരിയായിരിക്കുന്നു. അതിനാൽ ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. എന്നോടൊപ്പം വരൂ. അനന്തൻ സൈരന്ധ്രിയെ അടിമുടി ഒന്ന് നോക്കി. അവളുടെ തന്നോടുള്ള പെരുമാറ്റം പണ്ട് മുതലേ പന്തിയല്ലാത്തതിനാൽ അവളെ അവന് തീരെ വിശ്വാസമുണ്ടായിരുന്നില്ല. തന്നോട് ഇവൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് ചിന്തിച്ച് അല്പനേരം സംശയിച്ചു നിന്നുവെങ്കിലും സൈരന്ധ്രിയുടെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ അവൻ കാര്യമായത് എന്തോ ആണ് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കി അവളോടൊപ്പം ചെന്നു. എന്തായിരിക്കും സൈരന്ധ്രിക്ക് അനന്തനോട് സംസാരിക്കാനുണ്ടാവുക? അധ്യായം 83. പുതിയ അധികാരിയായി ജനങ്ങൾ അംഗീകരിച്ച അനന്തനോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി മൈതാനത്തിന് പുറത്തുള്ള ഹാളിലേക്ക് വരുവാൻ സൈരന്ധ്രി അറിയിച്ചു. അനന്തനോടൊപ്പം അവിടെ എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റു ചില വ്യക്തികളെ കൂടി അവൾ അവിടേക്ക് ക്ഷണിച്ചു. ഹാളിലേക്ക് നടക്കുന്ന വഴി അനന്തൻ അവിടെ പരിചിതമായ ചില മുഖങ്ങൾ കണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. തങ്ങളുടെ നേർക്കാണ് അനന്തൻ വരുന്നത് എന്ന് കണ്ട രഘുവും അജിത്തും എല്ലാം നന്നേ ഭയന്നു. ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ചെയ്തതിനും പറഞ്ഞതിനും എല്ലാം മാപ്പ്. ഇനി ഒരിക്കലും നിന്നെ ചൊറിയാനായി ഞാൻ വരില്ല, എന്നെ ജീവിക്കാൻ അനുവദിക്കണം. രഘു പേടിച്ച് അനന്തന്റെ കാലിൽ വീണു. ഞാൻ ഇവൻ പറഞ്ഞത് കേട്ട് അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് മറന്ന് എന്നെയും വെറുതെ വിടണം. ഞങ്ങൾ ഇനി അനന്തന്റെ മുൻപിൽ പോലും വരില്ല. അജിത്തും മാപ്പ് അപേക്ഷിച്ചു. ഹാളിൽ ഇരിക്കുന്ന മറ്റുള്ളവരെല്ലാം ഇത് കണ്ട് എന്താണ് പ്രശ്നം എന്ന് പരസ്പരം തിരക്കി. അവർക്ക് ആർക്കും തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് യാതൊരു പിടുത്തവും ലഭിക്കുന്നില്ല. എന്തായാലും അജിത്തിന്റെയും രഘുവിന്റെയും ഭയം കണ്ട് അവർക്ക് ഒരു കാര്യം മാത്രം വ്യക്തമായി. ഇരുവരും അനന്തന് ദേഷ്യം തോന്നും വിധത്തിൽ എന്തോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന്. അതെന്തു തന്നെ ആയാലും അനന്തനെ പോലെ ഒരു ക്ഷിപ്രകോപിയും ദൈവതുല്യനുമായ ഒരാൾ നിമിഷങ്ങൾക്കകം അവന്മാർക്കുള്ള ശിക്ഷ കൊടുക്കുമെന്ന് ഏവരും ഉറപ്പിച്ചു. അവരുടെ അടുത്ത് നിൽക്കുന്ന നീലിമ, നിത്യ, ഗായത്രി തുടങ്ങിയ പെൺകുട്ടികളും ഭയം നിറഞ്ഞ കണ്ണുകളോടെ അനന്തനെ തന്നെ നോക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ പഴയ അനന്തനോടുള്ള സൗഹൃദം പോലും ഇപ്പോൾ ഭയം കൊണ്ട് മൂടിയിരിക്കുന്നു. അനന്തനോട് രഘുവും അജിത്തും പെരുമാറിയ രീതി ഓർക്കുമ്പോൾ തന്നെ അവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. അനന്തൻ രണ്ടാളെയും കൊന്നുകളയും എന്ന് തന്നെ അവരുറപ്പിച്ചു. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി അനന്തൻ ഇങ്ങനെയാണ് പറഞ്ഞത്. പോട്ടെ, സാരമില്ല. ഇന്നു മുതലെങ്കിലും എല്ലാവരോടും നന്നായിട്ടൊക്കെ പെരുമാറാൻ ശ്രമിക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് അനന്തൻ സൈരന്ധ്രിക്കൊപ്പം നടന്നു. രഘുവും അജിത്തും ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ്. അനന്തൻ ഇത്രയും നിസാരമായി തങ്ങളോട് ക്ഷമിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ ചിന്തിച്ചിരുന്നില്ല. ആരെയും ഒരു ഞൊടിയിട കൊണ്ട് ഭസ്മമാക്കാൻ കഴിവുള്ളവനാണെങ്കിലും ആ കഴിവ് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുകയും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും എതിരെ നിൽക്കുന്നവന്റെ ചോര കുടിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്ന രാക്ഷസനൊന്നുമല്ല അനന്തൻ എന്ന് അവർക്ക് മനസ്സിലായി. ഹാളിനുള്ളിലേക്ക് കടന്ന അനന്തൻ അവിടെ ആകെ നന്നായി അലങ്കരിച്ചിരിക്കുന്നത് കണ്ടു. അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്തെന്നാൽ ആ ഹാളിന്റെ ഒത്ത നടുവിലായി ഒരു വലിയ മേശയും അതിന്റെ മുന്നിലായി തലയെടുപ്പോടെ കാണുന്ന അധികാരിയുടെ കസേരയുമാണ്. അനന്തൻ അകത്തേക്ക് കടന്നതും സൈരന്ധ്രി ആ കസേരയിലേക്ക് അവനെ ഇരുത്തുകയും ബാക്കി എല്ലാവരും ഓരോരോ സ്ഥാനങ്ങളിലായി ചെന്നിരിക്കുകയും ചെയ്തു. ആ സമയം അവിടെ 16 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവരിൽ കുറച്ചുപേർ ആ മേശയ്ക്ക് ചുറ്റും ഓരോ കസേരകളിലായി ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവർ അവർക്ക് പിന്നിലായി നിൽക്കുകയാണ്. എന്നാൽ 5000 പേരോളം പങ്കെടുത്ത ചടങ്ങിൽ ഈ 16 പേരെ കവിഞ്ഞ ആർക്കും തന്നെ ആ ഹാളിലേക്ക് കടക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഭാർഗവൻ ഒരു കപ്പിലേക്ക് ചായ പകർന്ന് അനന്തന് നൽകിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി. അനന്ത, നമ്മുടെ നാട്ടിലും നിലവിലുള്ളത് 16 ബിസിനസ് ഗ്രൂപ്പുകളാണ്. അവരിൽ ഓരോന്നിന്റെയും ഉടമസ്ഥർ ഇവിടെയുണ്ട്. ഇതിന്റെ എല്ലാം പുതിയ അധികാരി എന്ന നിലയ്ക്ക് തനിക്ക് ഇവരോടൊക്കെ എന്തെങ്കിലും ചോദിക്കാനോ സംസാരിക്കാനോ ഉണ്ടാവില്ലേ?
അതിനുവേണ്ടി കൂടിയാണ് ഈ മീറ്റിംഗ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭാർഗവൻ പറഞ്ഞു. അനന്തൻ അവരുടെ എല്ലാം മുഖത്ത് ഒരേ ഭാവമാണ് കണ്ടത്. എല്ലാവരും ഒരേ മാനസികാവസ്ഥയിലാണ് എന്ന് മനസ്സിലായ അനന്തൻ ഒരു പുഞ്ചിരിയോടെ സംസാരിച്ചു തുടങ്ങി. എല്ലാവരും നല്ല ടെൻഷനിലാണല്ലോ. ആരും വെറുതെ ഇരുന്ന് ശ്വാസം മുട്ടൽ അനുഭവിക്കണ്ട. ഞാൻ നിങ്ങളുടെ ഒന്നും ബിസിനസിന്റെ ഗതി മാറ്റിവിടാനോ അതിൽ അനാവശ്യമായ ആധിപത്യം സ്ഥാപിക്കാനോ വരില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും ബിസിനസ് എങ്ങനെയാണോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ തുടർന്നുകൊള്ളൂ. ഞാൻ ഒന്നിലും കൈകടത്തുന്നില്ല. അനന്തൻ പറഞ്ഞത് കേട്ട ആ 16 മെമ്പേഴ്സിനും അവനോട് വല്ലാത്ത മതിപ്പ് തോന്നി. സാധാരണ ഇങ്ങനെ ശക്തി പ്രദർശനത്തിലൂടെ ജയിച്ചു വരുന്ന അധികാരികൾക്ക് അസഹനീയമായ അഹങ്കാരവും അതുപോലെ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഭരണവുമാകും ഉണ്ടാകുന്നത്. ഇതുവരെ പരിചയമില്ലാത്ത പുതിയൊരാൾ അധികാരിയാവുക കൂടി ചെയ്തപ്പോൾ എല്ലാവരും നന്നേ വിഷമിച്ചു. ആളിന്റെ ഭരണം എത്തരത്തിലുള്ളതായിരിക്കും എന്നറിയില്ലല്ലോ. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് മഞ്ഞ് വീഴ്ത്തിക്കൊണ്ട് അനന്തൻ തന്റെ തീരുമാനം അറിയിച്ചത്. അനന്തനെ പറ്റി മോശമായ ഒരു ധാരണയുണ്ടായിരുന്ന അവർക്ക് ഇപ്പോൾ അത് പാടെ മാറി ഒരടുപ്പവും സ്നേഹവും വന്നിട്ടുണ്ട്. കൈമൾ ഗ്രൂപ്പിന്റെ ബിസിനസ്സുകൾ അവർ പരാജയപ്പെട്ടത് കാരണം എന്നിലേക്കല്ലേ വന്നു ചേരുക. എനിക്ക് ബിസിനസ്സിൽ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഭാർഗവൻ സാറിന് അറിയാം. അതുകൊണ്ട് തന്നെ ആ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങളുടെയൊക്കെ സഹായവും സപ്പോർട്ടും ഒക്കെ ആവശ്യമായിട്ട് വരും. അനന്തൻ പറഞ്ഞത് കേട്ട അവിടെയുള്ളവരുടെ എല്ലാം മുഖം വിടർന്നു. അവരുടെ അധികാര സ്ഥാനത്തുള്ള വ്യക്തി അവരോട് സഹായം ആവശ്യപ്പെടുന്നു. മുൻപും ബിസിനസിന്റെ ABCD അറിയാത്ത പല അധികാരികളും വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു തുറന്ന സമീപനം അവരിൽ ആരിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെന്താ, ഞങ്ങൾക്ക് എന്ത് സഹായം ചെയ്തു തരാനും മടിയില്ല. ഇത്രയും നല്ല രീതിയിൽ സാറ് ഞങ്ങളോട് ഇടപെടുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചൊരു ഭാഗ്യമാണ്. എന്ത് സഹായത്തിനും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും, അയാൾ പറഞ്ഞു. വലിയ വലിയ ബിസിനസ് രാജാക്കന്മാർ തന്റെ അനന്തന് മുൻപിൽ ഭവ്യതയോടെ താണു വണങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ സൈരന്ധ്രിക്ക് ചിരി വന്നു. അനന്തൻ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ സൈരന്ധ്രിയുടെ മനസ്സിന് അത് വല്ലാത്ത ലഹരിയായിരുന്നു. സൈരന്ധ്രി, എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഭാർഗവൻ സാറിനും പല്ലവിക്കുമല്ലാതെ പുറത്തു നിന്നുള്ളവരിൽ നിനക്ക് മാത്രമേ എന്റെ ഡീറ്റെയിൽസ് അറിയൂ. അത് തൽക്കാലം ലീക്ക് ആക്കണ്ട. എന്റെ ഐഡന്റിറ്റി കുറച്ചു കാലത്തേക്ക് സീക്രട്ടായി തന്നെ ഇരിക്കട്ടെ, അനന്തൻ പറഞ്ഞു. ഈ വേദിയിൽ വിജയിച്ച് പുതിയ അധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ ഐഡന്റിറ്റി മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും അനന്തൻ എന്നോട് ആദ്യമായി ആവശ്യപ്പെട്ട കാര്യമല്ലേ, ഞാൻ ശ്രമിക്കാം. പക്ഷെ എത്ര നാളത്തേക്ക് പറ്റുമെന്നറിയില്ല, സൈരന്ധ്രി അല്പം ലാസ്യഭാവത്തിൽ തന്നെ പറഞ്ഞു. ആ, കുറച്ചു കാലത്തേക്ക് മതിയോ, അവൻ പറഞ്ഞു. ശേഷം ഭാർഗവനെ നോക്കി ഇപ്രകാരം ചോദിച്ചു. ഇന്ന് നല്ലൊരു ദിവസമല്ലേ? പുതിയ അധികാരിയുടെ വക എന്തെങ്കിലും ട്രീറ്റ് വേണ്ടേ? ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടമായ പാനീയം ഇവർക്കും കൂടി ഓരോ കുമ്പിൽ കൊടുത്തട്ടെ. അനന്തൻ പറഞ്ഞത് കേട്ട് ഭാർഗവൻ സന്തോഷത്തോടെ സമ്മതിച്ചു. അന്ന് വീട് വാങ്ങിയ ദിവസം അനന്തൻ തന്റെ മുൻപിൽ വെച്ച് തയ്യാറാക്കിയ പാനീയം കുപ്പികളിലാക്കി ഭാർഗവൻ സൂക്ഷിച്ചിരുന്നു. ഒരു ജോലിക്കാരനെ വിട്ട് വണ്ടിയിൽ നിന്നും ആ കുപ്പികൾ എടുപ്പിച്ചു. ഈ മരുന്ന് വിൽപ്പനയ്ക്ക് എത്തിക്കുമ്പോൾ മാർക്കറ്റിംഗ് പല്ലവിയാണ് ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുപ്പികളിലെല്ലാം അവൾ മനോഹരമായി ലേബൽ ഡിസൈൻ ചെയ്ത് പ്രിന്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലക്ഷൂറിയസ് ഹെൽത്തി ഡ്രിങ്ക്സ് ആണ് അതെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുകയും ആർക്കും ഒന്ന് രുചിച്ചു നോക്കാൻ തോന്നുകയും ചെയ്യും ആ കുപ്പികൾ കണ്ടാൽ. പക്ഷെ ഇതുവരെ മാർക്കറ്റിൽ കണ്ടിട്ടില്ലാത്ത തരം പുതിയൊരു ബോട്ടിൽ കണ്ടപ്പോൾ അവർക്കൊക്കെ സംശയമേറി. ഭാർഗവൻ സാർ, എന്താ ഇത്, പുതിയ ബ്രാൻഡ് പെർഫ്യൂം ആണോ അതോ ഡ്രിങ്ക്സ് ആണോ? ഒരാൾ ചോദിച്ചു. ഇതൊന്നുമല്ല, ഡ്രിങ്ക്സ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. ഇത് സാക്ഷാൽ അമൃതാണ്, പാലാഴി കടഞ്ഞെടുത്ത പാലമൃത്. ഭാർഗവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും സംശയത്തോടെ ആ ബോട്ടിലേക്ക് നോക്കി. അമൃതോ? സാർ എന്താ തമാശ പറയാണോ? ഒരാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അല്ലാടോ, ഞാൻ കാര്യമായി തന്നെയാ പറഞ്ഞത്. അമൃത് എന്നല്ലാതെ മറ്റൊരു വാക്കില്ല ഈ മാധുര്യത്തെ വിശേഷിപ്പിക്കാൻ. രുചി മാത്രമല്ല, ഗുണവും അമൃതിന് തുല്യം തന്നെയാ. നിങ്ങൾ എന്നെ കണ്ട ഉടനെ തന്നെ പറഞ്ഞില്ലേ എനിക്ക് പ്രായം ഒരു 10 വയസ്സ് കുറഞ്ഞിട്ടുണ്ട് എന്ന്. സോഡാ കുപ്പി കണ്ണടയും വെച്ച് നടന്ന് ഞാനിപ്പോ എന്താ അത് വെക്കാത്തതെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? അതിന്റെ എല്ലാം രഹസ്യം അനന്തൻ നൽകിയ ഈ അത്ഭുത മരുന്ന് തന്നെയാ. അതിനുശേഷമാണ്
എന്നിൽ ഈ ചുറുചുറുക്കും പ്രസരിപ്പും ഒക്കെ. ഭാർഗവൻ പറഞ്ഞത് കേട്ട് അവർ ആ കുപ്പിയിലേക്ക് തന്നെ വീണ്ടും നോക്കി. ഇങ്ങനെ നോക്കി നിൽക്കാതെ ഒന്ന് രുചിച്ചു നോക്കടോ. നിങ്ങളുടെ അധികാരി നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന സമ്മാനമാണ്. ഇപ്പോൾ കുടിച്ചാൽ അടുത്ത 3 മണിക്കൂറിനകം റിസൾട്ട് അറിയാം. ഭാർഗവൻ വീണ്ടും പറഞ്ഞു. ഒപ്പം ഓരോ കുഞ്ഞു ബോട്ടിൽ ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിച്ചു. പക്ഷേ ലൈസൻസോ അപ്രൂവലോ നേടാത്ത, മാർക്കറ്റിലേക്ക് പോലും ഇതുവരെ എത്താത്ത ഒരു ഡ്രിങ്ക്സ് കുടിക്കാൻ അവർക്ക് നല്ല മടി തോന്നി. 2 പേരെ അവരുടെ കൺമുന്നിലിട്ട് ഒരു ദയയുമില്ലാതെ അതിക്രൂരമായി കൊലപ്പെടുത്തിയവനാണ് അനന്തൻ എന്നവർക്ക് ഓർമ്മ വന്നു. എന്ത് വിശ്വസിച്ചാണ് അത് കുടിക്കുക? അവരുടെ നിൽപ്പും മട്ടും കണ്ട ഭാർഗവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായി അത് കുടിക്കുക. ഒരാൾക്ക് മാത്രം തികയുന്ന അളവേ ഉള്ളൂ ഓരോ കുപ്പിയിലും. അഥവാ നിങ്ങൾക്ക് കുടിച്ചു കഴിയുമ്പോൾ അല്പം കൂടി വേണോ എന്ന് തോന്നിയാൽ പോലും പിന്നീട് കിട്ടിയെന്ന് വരില്ല. ഭാർഗവൻ സാറ് പറഞ്ഞാ പിന്നെ അതിന് ഞങ്ങൾക്കൊരു എതിർവായുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ആ കുപ്പിയിലെ വെള്ളം ഒരു മടിയും കൂടാതെ കുടിച്ചു. ആ നിമിഷം തന്നെ അയാളുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം വന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. ശരീരത്തിന് ഇതുവരെ ഇല്ലാത്ത തരം ഉന്മേഷവും ആരോഗ്യവും എല്ലാം കൈവന്നത് അയാൾ അനുഭവിച്ചറിഞ്ഞു. സാറ് പറഞ്ഞത് സത്യമാ. എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നിൽ എന്തൊക്കെയോ മാറ്റം. ഇതെന്താ സാർ? ഇതിലെന്താണ് ചേർത്തിരിക്കുന്നത്? അയാൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഭൂമിയിലെ സകല സദ്ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ എന്തൊക്കെയാണോ വിശിഷ്ടമായിട്ടുള്ളത് അവയുടെ എല്ലാം സത്ത് ഈ ജലത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാൽ, ഈ ജലം ഉള്ളിലെത്തുന്ന നിമിഷം തന്നെ തന്റെ ഉള്ളിലെ ആന്തരിക അവയവങ്ങളിൽ പറ്റിയ ചെറിയ മുറിവുകൾ പോലും ഉണങ്ങും. ശരീരത്തിന് പുറത്തുമുള്ള വ്രണങ്ങൾ, പാടുകൾ എന്നിങ്ങനെയുള്ള സകല ദോഷങ്ങളും മാറും. അതുപോലെ ശരീരത്തിലെ രക്തം ശുദ്ധിയാവുകയും സർവ്വരോഗങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യും. പിന്നെ കാഴ്ച, കേൾവി തുടങ്ങി പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാം ശക്തി 10 മടങ്ങ് വർദ്ധിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ ആയുസ്സിന്റെ ദൈർഘ്യവും സ്വാഭാവികമായും വർദ്ധിക്കും. ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്, നിത്യ യൗവനം. രക്തം ശുദ്ധിയാവുകയും ശരീരത്തിന്റെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം വളരെ നന്നായി തന്നെ നടക്കുകയും ചെയ്താൽ ശരീരത്തിനെ വാർദ്ധക്യം ബാധിക്കില്ലല്ലോ. അങ്ങനെ കണക്ക് കൂട്ടിയാൽ നിത്യ യൗവനവും ഈ മരുന്നിന്റെ സംഭാവനകളുടെ കൂട്ടത്തിലുണ്ട്. ഇതെന്താ വല്ല മാന്ത്രിക ജലമാണോ? കുറച്ച് എനർജി തോന്നുന്നു എന്നത് സത്യം തന്നെയാ. പക്ഷെ അതുകൊണ്ട് മാത്രം സാർ ഈ പറഞ്ഞത് മുഴുവൻ വെള്ളം തൊടാതെ വിഴുങ്ങാനൊന്നും എന്നെ കിട്ടില്ല. നമ്മൾ ബിസിനസ്സുകാരോട് തന്നെ വേണം സാറേ ഈ പരസ്യവാചകങ്ങള്. ഇതിന്റെയൊക്കെ പിന്നിലെ സത്യം നമുക്ക് അറിയാത്തതാണ്. അയാൾ ഭാർഗവനോട് തമാശ രൂപത്തിൽ പറയുമ്പോൾ അനന്തനും ഭാർഗവനും പരസ്പരം നോക്കി ചിരിച്ചു. അയാൾ വിശ്വസിക്കാത്തതിൽ അവർക്ക് നിരാശയൊന്നും തന്നെയില്ല. അവർ അത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ആരും ആ മാന്ത്രിക ജലത്തെ വിശ്വസിക്കാതെ തഴഞ്ഞിട്ടും ഒരാൾ മാത്രം ആ ജലം രുചിച്ചു നോക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നു. ആരായിരിക്കും ആ മാന്ത്രിക ദ്രാവകം രുചിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുക? അധ്യായം 84. അനന്ത, എനിക്കല്പം രുചിച്ചു നോക്കാൻ തരുമോ? സൈരന്ധ്രി ആയിരുന്നു അത്. അനന്തനെ പോലെ തന്നെ അവിടെയുള്ള എല്ലാവർക്കും അത്ഭുതം തോന്നി. കാരണം ഇങ്ങനെയുള്ള മീറ്റിംഗിൽ ഒന്നും തന്നെ സൈരന്ധ്രി ഇതുപോലെ ഇടയ്ക്ക് കയറി സംസാരിക്കുകയോ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ ചെയ്തതായി അവരുടെ ഓർമ്മയിലില്ല.